പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് കൊടൈക്കനാലിലെ ഗുണ കേവ് എന്ന സ്ഥലത്തേക്കാണ്. ഗുണ കേവ് എന്ന സ്ഥലം കൊടൈക്കനാലിൽ പ്രധാനപ്പെട്ട കാണാനുള്ള ഒരു സ്പോട്ടാണ്. അവിടെ ഒരുപാട് കോടകളും അതേപോലെ ആരെയും ആകർഷിക്കുന്ന പ്രകൃതിയും കൂടുതൽ പേരെ അവിടത്തേക്ക് ടൂറിസ്റ്റുകളായി എത്തിക്കുന്നുണ്ട്. ഗുണ കേവ് എന്ന പേര് വരാൻ കാരണം എന്താണ് നിങ്ങൾക്കറിയുമോ? 2024 ഫെബ്രുവരിയിൽ റിലീസായ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയാണ് കാലങ്ങൾക്ക് ശേഷം കേരളത്തിലെയും അതേപോലെ തമിഴ്നാട്ടിലെയും ജനങ്ങളെ കൂടുതൽ ഇവിടെ എത്തിക്കാൻ കാരണമായിട്ടുള്ളത്. അതിന് പ്രധാന കാരണം തമിഴ്നാട്ടിലെ ഏറ്റവും മനോഹരമായ ഹിൽ സ്റ്റേഷൻ ഈ ഗുണ കേവ് എന്ന സ്ഥലം തന്നെയാണ്. വിനോദസഞ്ചാരത്തിനപ്പുറം സഞ്ചാരികളെ എന്തെങ്കിലും ഒരു ആകർഷിക്കുന്ന ഒരു പ്രത്യേകത ഓരോ വിനോദസഞ്ചാരത്തിനും ഉണ്ടാകും. ഇത് മനസ്സിനെയോ ശരീരത്തിനെയോ സ്വാധീനിക്കുന്ന ഒരു പ്രധാന സ്ഥലം തന്നെയാണ്. പ്രകൃതി രമണീയവും ആകർഷണീയവുമാണ് കൊടൈക്കനാലിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും. എന്നാൽ കുറേ സ്ഥലങ്ങൾ വളരെയധികം അപകടം പിടിച്ച ഒരു സ്പോട്ടും കൂടിയാണ്. അത്തരത്തിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഗുണ കേവ്. 1991 നവംബർ 5-നാണ് കമലഹാസൻ നായകനായിട്ടുള്ള ഗുണ എന്ന ഫിലിം റിലീസായിട്ടുള്ളത്. അതിനു മുന്നേ വരെ ആളുകൾ പോകുന്ന ഒരിടമായിരുന്നില്ല ഈ ഗുണ കേവ്. ഡബിൾസ് കിച്ചൺ അഥവാ ചെകുത്താൻ്റെ അടുക്കള എന്ന് അറിയപ്പെടുന്ന ഈ സ്ഥലം ഇടയ്ക്ക് എപ്പോഴെങ്കിലും എത്തിയിരുന്ന സാഹസിക യാത്രയിലെ അതിഥികൾ മാത്രമായിരുന്നു ഇവിടെയുള്ള വിസിറ്റേഴ്സ്. ഇരുട്ട് നിറഞ്ഞ ഗുഹയിലെ പണ്ടുകാലത്തെ ആളുകൾ ഇറങ്ങിയിരുന്നോ എന്നതുകൂടി വ്യക്തമല്ല. കൊടൈക്കനാലിലെ പ്രശസ്തമായ സൂയിസൈഡ് പോയിന്റ് ഇതിന് സമീപമാണ്. 1871 ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥനായ BS വാർഡാണ് ഈ വമ്പൻ ഗുഹ കണ്ടെത്തിയിരുന്നത്. നിരന്തരമായ ശബ്ദം കേൾക്കുന്ന ഈ സ്ഥലത്ത് ഒരുപാട് തിരച്ചിൽ നടത്തിയിട്ടുണ്ടെങ്കിലും ഒന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. അതോടെ ഈ സ്ഥലത്ത് തിരച്ചിൽ നടത്തുന്നത് നിർത്തി. അങ്ങനെയാണ് ചെകുത്താൻ്റെ അടുക്കള എന്ന നാമം ഇതിന് കൊടുത്തു. ഡബിൾസ് കിച്ചൺ എന്ന ചെകുത്താൻ്റെ അടുക്കള എന്ന പേരും കൂടി ഇതിനുണ്ട്. മീറ്റർ ഉയരത്തിൽ കിടക്കുന്ന മരങ്ങളും 3 പാറകളും കൂടിച്ചേരുന്ന ഒരു സ്ഥലമാണ് ഗുണ കേവ്. പില്ലർ റോക്സ് എന്നറിയപ്പെടുന്ന 3 പാറകളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹകളുടെ ഒരു കൂട്ടമാണ് ഗുണ കേവ്. ഇവ സാധാരണ പാറകളല്ല, സാധാരണ വിധം വലിപ്പമുള്ള അത്രയും വലിയ പാറകളാണ്. അതേപോലെ തന്നെ ഈ ഗുഹകളിലേക്ക് ഇറങ്ങുന്നവർ ഈ വലിയ 2 പാറകൾ പിടിച്ചിറങ്ങേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെന്നിയും മറ്റുമായി അപകടം ഉണ്ടാകാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. പ്രധാന കവാടത്തിൽ നിന്ന് ഏകദേശം 400 മീറ്റർ ഈ പാതയിലൂടെ നടന്നു വേണം ഗുണ കേവിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി. ചെങ്കുത്തായ ഇറക്കങ്ങളിലൂടെ ഗുണ കേവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് ജനങ്ങളെ എത്തിച്ചേരുന്നത് ജനങ്ങൾക്ക് വളരെയധികം മാസ്മരികത ഉണ്ടാക്കുന്ന ഒന്നാണ്. മഴക്കാലമായാലും വേനൽക്കാലമായാലും കോടമഞ്ഞ് കയറിക്കിടക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഗുണ കേവ്. ഹിന്ദു വിശ്വാസപ്രകാരം പാണ്ഡവർ ഇവിടെ ഭക്ഷണം പാകം ചെയ്തിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാലാണ് ഇതിനെ ഈ സ്ഥലത്ത് അടുക്കള എന്ന് കൂടി പേര് വിളിക്കുന്നത്. എന്നാൽ പിശാചി എന്ന വാക്ക് ഇതിൻ്റെ കൂടെ ചേർത്തത് എപ്പോഴെന്ന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല. ഗുഹയിൽ താമസിക്കുന്ന വവ്വാലുകളിൽ നിന്നാണ് ദെവിൽ എന്ന വാക്ക് വന്നിരിക്കുന്നതെന്നും പറയപ്പെടുന്നു. ഔദ്യോഗികമായ കണക്ക് പ്രകാരം 13 പേർ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട്.
ഇങ്ങനെ അപകടങ്ങൾ പതുങ്ങി നിൽക്കുന്ന ഈ സ്ഥലത്ത് ഗവൺമെൻറ് ഗുണ കേവ് എന്ന ആ ഗുഹ അടച്ചിട്ടിരിക്കുകയാണ്. ഒരുപാട് സഞ്ചാരികൾ എത്തുന്നതോടും കൂടി ഇവിടെ അപകടങ്ങൾ കൂടുന്നത് പതിവായി. അതോടുകൂടി അവിടുത്തെ സർക്കാർ ഗുണ കേവ് എന്ന ഗുഹ അവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് കാണാൻ പറ്റുന്നത് ഗുഹ ഒരു ഗ്രില്ലിട്ട് മൂടിയിട്ട് സ്ഥിതിയിലാണുള്ളത്. സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം 13 പേര് മരിച്ചിട്ടുണ്ടെങ്കിലും അതിലും കൂടാനാണ് സാധ്യത. എത്ര അപകടം നിറഞ്ഞ സ്ഥലമായ കൊടൈക്കനാലിൽ എത്തുന്നവർ ഗുണ കേവ് കാണാതെ മടങ്ങരുത് എന്നാണ് സഞ്ചാരികൾ എല്ലാവരും പറയുന്നത്. അത്രയും കാണാൻ മാത്രം ആകർഷണീയമാണ് ഈ ഗുണ കേവ് എന്ന സ്ഥലം. ഏകദേശം ഈ ഗുണ കേവിന്, ഈ ഗുഹക്ക് 2000 അടിയോളം താഴ്ചയുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 600 മീറ്റർ അത്രയും ആഴമുള്ള ഒരു ഗുഹയാണ് ഗുണ കേവ്. കൊടൈക്കനാൽ ബസ് സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്റർ ദൂരത്താണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഗുണ എന്ന സിനിമ റിലീസായതിനു ശേഷം അവിടെ എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം 10 മടങ്ങ് കൂടുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് കുറച്ചു മുന്നേ ഇവിടെ സഞ്ചാരികളായി വന്ന, മഞ്ഞുമലയിൽ നിന്നും ഗുണ കേവിലേക്ക് സഞ്ചാരികളായി വന്ന ഒരു സംഘം വളരെ ഹാപ്പിയായി വരികയും അതേപോലെ അവർ വലിയൊരു ദുരന്തത്തിന് അഭിമുഖീകരിക്കുകയും ചെയ്തു. അവർ ആ ഗുഹക്കരികിലൂടെ നടക്കുമ്പോൾ സിജോ എന്നവരുടെ കാല് വഴുതി വീഴുകയാണ് ഉണ്ടായത്. വിവരമറിഞ്ഞ് പോലീസും ഫയർഫോഴ്സും എത്തിയെങ്കിലും അവർ ഗുഹക്കുള്ളിൽ ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്താൻ ഒരുങ്ങിയിരുന്നില്ല. അവിടുത്തെ അപകട സാധ്യതയെക്കുറിച്ച് നന്നായി അറിയാവുന്നവരാണ് എല്ലാവരും. ആരെങ്കിലും അത്തരത്തിൽ വീണാൽ 1-2 ദിവസം കഴിഞ്ഞ് മരിച്ചു എന്ന് വിധിയെഴുതുകയാണ് പോലീസുകാരുടെ പതിവ്. തങ്ങളുടെ കൂട്ടുകാരനെ വിട്ടുപിരിഞ്ഞു പോകാൻ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഒരുങ്ങിയിരുന്നില്ല. കവചങ്ങൾ ഉപയോഗിച്ച് സിജു എന്നവർ ഗുഹയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി. അവിടെ ഒരു തിട്ടയിൽ കുടുങ്ങി ബോധരഹിതനായി കിടക്കുന്ന സുഭാഷിനെ കാണുകയാണ് ഉണ്ടായത്. വിവരം മുകളിലുള്ള കൂട്ടുകാരനെ അറിയിച്ചെങ്കിലും അവരുടെയൊക്കെ സഹായം കൂടി കിട്ടിയതോടെ കൂട്ടുകാരനുമായി വളരെ സാഹസികമായി മുകളിലേക്ക് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ചികിത്സയ്ക്ക് ശേഷം സുഭാഷ് സാധാരണ ജീവിതത്തിലേക്ക് വരികയാണ് ഉണ്ടായത്. ചെകുത്താൻ്റെ അടുക്കളയിൽ വീണ് രക്ഷപ്പെട്ട ഒരേ ഒരു വ്യക്തി സുഭാഷ് മാത്രമാണ്. ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു കേവാണ് ഗുണ കേവ്. തീർച്ചയായിട്ടും കൊടൈക്കനാലിൽ വരുന്നവർ ഈ സ്ഥലം കാണണം. ഇവിടെ പോയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.